അങ്ങനെ പിണറായി വിജയനിലേക്ക് എല്ലാം ഒതുങ്ങിയ ഒരു പാർട്ടി സമ്മേളനത്തിൽ എന്താണ് CPM പറയാതെ പറഞ്ഞത് എന്നുള്ളതാണ്. കുറെ നാളുകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പിണറായിക്ക് പകരം ആര് എന്നുള്ളത്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു രീതി തന്നെ അങ്ങനെയാണല്ലോ. വളരെ ഒരു കേഡർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയെ കുറിച്ചുള്ള വിമർശനം പാർട്ടിക്കുള്ളിലാക്കണമെന്ന നിർബന്ധ ബോധ്യമുള്ള ഒരു പറ്റം സഖാക്കളുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ ഈ CPM. അങ്ങനെയൊക്കെയുള്ള ഒരു പാർട്ടി പറയാതെ മൗനമായി നമ്മളിലേക്ക് വരുന്ന ചില ഹിന്റുകൾ നമ്മൾ കാണാതെ പോരുത്. ശൈലജ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയായിരുന്ന നമ്മുടെയൊക്കെ സ്വന്തം ടീച്ചർ എന്ന് പറയുന്ന വടകരയിൽ തോറ്റെങ്കിലും ഇപ്പോഴും വലിയ രീതിയിലുള്ള ജനസമ്മതി രാഷ്ട്രീയ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വെച്ച് പുലർത്തുന്ന ശൈലജ ടീച്ചറിനെ ഒരു അടുത്ത ഒരു തലമുറ മാറ്റത്തിന്റെ ഒരു സാധ്യതയായി നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. നോക്കൂ, ആ സമ്മേളനത്തിൽ പിണറായി വിജയന് ശേഷം, ഗോവിന്ദൻ മാസ്റ്റർക്ക് ശേഷം, പിണറായി വിജയന് ശേഷം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ള ആളുകളൊക്കെ സ്റ്റേജിലുണ്ട്. MV ജയരാജൻ അടക്കമുള്ള വിജയരാഘവൻ അടക്കമുള്ള ആളുകളൊക്കെ ഇരിക്കുമ്പോൾ, MA ബേബി ഒക്കെ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് മൈക്കിലേക്ക് വന്നത് ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചർ വന്നിട്ട് മൂന്നാം LDF സർക്കാർ വരാൻ പോകുന്നു, ഇടതു തരംഗം കേരളത്തിൽ വീശിയടിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവന ഇങ്ങനെ പറയുമ്പോൾ കൊല്ലം കടപ്പുറത്ത് ചെങ്കടൽ തിരമാലയേറ്റമാണ് ഉണ്ടായത് എന്ന് നമുക്ക് പറയാതെ വയ്യ. അപ്പോ CPM പറയാതെ പറയുന്നത് ഫ്യൂച്ചറിൽ പിണറായി ഒരുപക്ഷെ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ, അല്ലെങ്കിൽ പിണറായിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളെയൊക്കെ കാരണം എന്തെങ്കിലും ഒന്ന് മാറേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ശൈലജ ടീച്ചർ ഒരു പിൻഗാമിയായി വരുമോ എന്നുള്ളതാണ്. സംസ്ഥാന സമിതിയിൽ നിന്നും കേന്ദ്ര കമ്മിറ്റി അംഗത്തിൽ നിന്നും എല്ലാം ഉപരി ഇപ്പോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും കൂടി കൊണ്ടുവരുമ്പോൾ കെ ശൈലജ ഒരു വലിയ സർവശക്തയായി ഇങ്ങനെ മാറുന്നതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. വടകര തോൽവി പോലും ശൈലജ ടീച്ചറിന് കേരളത്തിലുള്ള ഒരു ഗുഡ്വില്ല്, ഒരു ക്രെഡിബിലിറ്റി കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിന്റെ പൊതുസമൂഹം ഇപ്പോഴും ശൈലജ ടീച്ചറിൽ വയ്ക്കുന്നത് ഒരു വലിയ പ്രതീക്ഷയും, ആരോഗ്യരംഗമെല്ലാം ഇപ്പോഴും കമ്പയർ ചെയ്യപ്പെടുന്നത് ശൈലജ ടീച്ചറിന് മുൻപും പിൻപും എന്നുള്ള രീതിയിലാണ് എന്നുള്ളതിലൊന്നും നമുക്ക് സംശയമില്ലല്ലോ. ഈ പാർട്ടി സമ്മേളനത്തിൽ ഈ പിണറായി ഒരു വലിയ രീതിയിൽ ഇങ്ങനെ പിണറായിയിലേക്ക് ഈ പാർട്ടി ഒതുങ്ങിയത് നമ്മൾ കണ്ടതാണ്. ഒരു വിമർശനത്തിനും ജില്ലാ സമ്മേളനത്തിലൊക്കെ ഇങ്ങനെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ആ വകുപ്പുകളിലൊക്കെ ഉണ്ടായിരുന്ന ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ അലയടിച്ചിരുന്ന ആ ഒരു വിമർശനങ്ങളെല്ലാം സ്വിച്ച് ഇട്ട പോലെ ഇങ്ങനെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് വന്നപ്പോൾ നിന്നു പോകുന്ന ഒരു സംഭവമാണ് കണ്ടത്. മാത്രമല്ല, ഈ സർക്കാരിന്റെ വികസന നയരേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് ഒരു വലിയ വികസനത്തിലേക്ക് കണ്ണു തുറക്കുന്ന, വികസനത്തിലേക്ക് ഊന്നൽ കൊടുക്കുന്ന പിണറായി സർക്കാർ. മുഖ്യമന്ത്രി അപേക്ഷിക്കുകയാണ് പ്രവാസികളോട്, നിങ്ങൾ വരൂ, ഇവിടെ നിക്ഷേപിക്കൂ, കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ്, ഏതു രീതിയിലും നിക്ഷേപത്തിന് പറ്റിയൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്ന് പറയുമ്പോഴേ ഇങ്ങനെ പിണറായി അജയ്യനായി, ഒരപ്രമാദിത്വമായി പിണറായി ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ പിണറായി വിജയൻ ഇങ്ങനെ അജയ്യനായിട്ട് നിൽക്കുമ്പോൾ ഈ പാർട്ടിയുടെ ഒരച്ചടക്കവും നമ്മൾ കാണാതെ പോകരുത്. നോക്കൂ, AK ബാലനെ പോലെയുള്ള ആളുകളെല്ലാം ഇങ്ങനെ ഹൃദയം പൊട്ടി സ്റ്റേജിന്റെ പടികൾ ഇറങ്ങി വരുമ്പോൾ പോലും പാർട്ടി എന്ന് പറയുന്ന ആ ഒരു കേഡർ സംവിധാനത്തിൽ ഈ CPM നിൽക്കുന്നത് നമ്മൾ കാണാതെ പോകരുത്. കോൺഗ്രസിലൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു സമ്മേളനം നടത്തി ഇങ്ങനെ ഒരു പാർട്ടി നിബന്ധനയെല്ലാം വെച്ച് ഒരു കാര്യം ഇങ്ങനെ ഓപ്പണായിട്ട് തീരുമാനിക്കാൻ മാത്രമുള്ള ചങ്കൂറ്റമൊക്കെ എന്ന് കോൺഗ്രസിനുണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അവിടെ ഇവിടെയെല്ലാം ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ചെറിയ രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ പിൻവലിക്കലുകളും ഒക്കെ ഉണ്ടാവുന്നതെങ്കിലും ആകെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ അച്ചടക്കത്തിന്റെ പര്യായമാണ് CPM എന്ന് പറയാതെ വയ്യ. അതൊരിക്കൽ കൂടി അരക്കിട്ട് ഉറപ്പിക്കുന്ന രീതിയിലാണ് CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമാപിച്ചത് എന്നും നാം നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ മൂന്നാം ഊഴത്തിലേക്ക് ഒറ്റക്കെട്ടായി പിണറായി എന്ന അച്ചുതണ്ടിൽ കേന്ദ്രീകരിച്ച് CPM മുന്നോട്ട് വയ്ക്കുന്ന, CPM മുന്നിൽ നിന്ന് നയിക്കുന്ന LDF നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. വേർപ്പൊഴുക്കേണ്ടി വരും കോൺഗ്രസിന് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എന്തു തന്നെയായാലും 2026 കേരളം കണ്ട ഏറ്റവും വലിയ നിയമസഭാ പോരാട്ടത്തിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്.